വെച്ചാൽ ഞാനിന്ന് കാണിക്കുമ്പോൾ ഒരു എക്സ്പെരിമെൻ്റാണ്. അത് ഈ ഗ്ലൂ വെച്ച് ഈ പോസ്റ്റ് ഓഫീസിലൊക്കെ സ്റ്റാമ്പൊക്കെ ഒട്ടിക്കുന്ന ഒരു ഗ്ലൂ ആണ്. നേരെ ഉള്ളിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം തന്നെ ഇങ്ങനൊരു കണ്ടെയ്നർ വേണം. ഈ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഗ്ലാസ് ചെയ്യുന്ന പന്നയായിരിക്കും. അന്നേരം ഇങ്ങനെ ഈ അളവൊക്കെ ഉള്ള ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഈ പശ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഒഴിക്കുക. ആദ്യം നമ്മളിപ്പോൾ കുറച്ചെടുത്തിട്ടുള്ളൂ, ഒരു 5 ml ഒക്കെ എടുത്തിട്ടുള്ളൂ. നമുക്ക് അതൊരു കുറച്ച് ബേക്കിംഗ് സോഡ ഇടാം. അപ്പോൾ നമുക്ക് പതുക്കെയാണ് ഇതിൻ്റെ റിയാക്ഷൻസ്. ഇത്രയും ബേക്കിംഗ് സോഡ നമ്മൾ ഇടുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ല പതഞ്ഞിട്ടുണ്ട് നല്ലപോലെ പൊങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 5 ml പശ എടുത്തിട്ടുള്ളായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് 30 ml ആയിട്ട് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാക്കണം, ഒത്തിരി പതകളില്ലാത്ത വന്നിട്ടുണ്ട്. ഇതാണ് ഇത് പതുക്കെ റിയാക്ഷൻ ചെയ്തുള്ളൂ. ശകലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലേ ഒന്ന് നല്ലൊന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ഈ പശയുടെ കൂട്ടത്തിൽ ചേർക്കുന്ന എന്തെങ്കിലും ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടായിരിക്കും. അതിപ്പം ബേക്കിംഗ് സോഡയോട് റിയാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ റിയാക്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പം യൂട്യൂബിൽ ഇത് ചെയ്തിരിക്കുന്ന ഈ പശ കൊണ്ട് ആരും ചെയ്തിട്ടില്ല. ഇപ്പം സൂപ്പർ ഗ്ലൂ വെച്ച് ബേക്കിംഗ് സോഡ മണ്ണിലിട്ട് സൂപ്പർ ഗ്ലൂ ഒഴിച്ച് ഒരു വീട് ഇതെല്ലൊക്കെ ചെയ്തിട്ടുണ്ട്. അവരാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതിയാ. അന്നേരം കാണാം. അന്നേരം ഇങ്ങനെ ഈ റെസിൻ പോലെയൊക്കെ ഇരിക്കും. നമ്മളിപ്പോൾ ഇനി ഒന്നുകൂടെ ചെയ്യാൻ പോകണം. ഇനി അത് ഒരു 15-20 ml ഒഴിക്കാൻ പോകണം. നമ്മളിപ്പോൾ 20 ml ആണ്. 20 ml വരെയാണ് ഇപ്പോൾ പശ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പം കാണാതിരിക്കും. ഇപ്പം കാണിക്കാം. ഇപ്പം ഇത്ര ഒഴിച്ചിട്ടുണ്ട്. ക്യാമറ കാണത്തില്ലായിരിക്കും. നമുക്ക് ഇത്രയും ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഈ ഒരു മൊത്തം എടുത്തിട്ടുണ്ട്. ഒക്കെ നമുക്ക് ഇതിനകത്തോടിടാം. നമ്മുടെ ഉണ്ടോ ഇപ്പം റിയാക്ഷൻ വരുന്നില്ല. ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പതഞ്ഞ് പോകുന്നുണ്ടോ? അയ്യോ, അടിപൊളി. ഗൈസ്, നമ്മളിപ്പം നമ്മുടെ കണ്ടെയ്നർ നിറഞ്ഞ് ഒഴുകി വോൾക്കാനോ പോലെയായി. ഇത്ര റിയാക്ഷൻ ഉണ്ടായിരുന്നു. ഇത്ര റിയാക്ഷൻ ഉണ്ടായിരുന്നു.
ഞാനടുത്ത് കുറേ ഉള്ളായിരുന്നു. മൊത്തം പതയാണ്. ഐസ്ക്രീം പോലിരിക്കുന്നു. നമുക്ക് ഇവിടെ ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. ഈ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.